ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഈ ഫുട്ബോൾ 24 ലാസ്റ്റ് മാച്ച് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ കളിക്കുന്ന ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നടുക്ക് നമ്മൾ മെസ്സിന് SS ആയിട്ടും രണ്ട് വിങ്ങിൽ SS ആയിട്ട് ഗോൾ പോച്ചേഴ്സിന് യൂസ് ചെയ്തിട്ടാണ് കളിക്കാൻ വന്നത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ഫോർമേഷൻ. നമുക്ക് എന്തായാലും മാച്ച് കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നോക്കുക. നമുക്ക് പ്രൊസീഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട്. ഓപ്പോണൻ്റ് ആരാ നോക്കട്ടെ. ഫൈനൽ ഓപ്പോണൻ്റാണ് ഈ ഫുട്ബോൾ 24 എൽ ഗെയിം. എടാ 6000 റാങ്ക്ഡ് ഓപ്പോ ഗൈസ്, സീനാവും തോന്നുന്നുണ്ട്. അറിയില്ല എന്താ അവസ്ഥ. നമ്മളെ ഫോർമേഷൻ ഇതാണ്. 4-1-2-3 ആണ്, പക്ഷേ CF ഇല്ല. 3 SS-നെയാണ് യൂസ് ചെയ്യുന്നത്. ടീം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓപ്പോണൻറ്റ് സ്കോഡ് നോക്കുമ്പം 4-2-3-1 അല്ല 4-2-2-2 ആണ് കാണിക്കുന്നത്. 2-2 ആണ്. 2 AMF-ഉം SS CF ആയിട്ടാണ് ഉള്ളത്. വെറൈറ്റി ആണ് ഫോർമേഷൻ. ഓക്കെ ഗൈസ്, ഹിയർ വി ഗോ. നമ്മളെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ബറേല. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബോൾ എടുത്ത് ഈസി ആയിട്ട് ഗ്രീസ്മാൻ ടേൺ ടു പാസ് ടു റൂമി. ഓക്കെ, ഷൗമനി, മെസ്സി ഗൈസ്. മെസ്സി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ മെസ്സി ഒരു കാര്യം എനിക്ക് ഉണ്ടാക്കി തരത്തില്ല. എംബാപ്പേ ഫിനിഷ്. പുറത്താ. നല്ല ഓപ്പൺ ചാൻസ് കിട്ടിയിട്ട് അടിച്ച് പുറത്തിട്ടടാ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് തിരിച്ചു വരാൻ നോക്കാം. മെസ്സിനെ വെച്ചിട്ട് മാക്സിമം കളിക്കണമെന്നുണ്ട്. പിന്നെ റുമ്മിയൊക്കെ വിങ്ങിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഇറ്റ്സ് മെസ്സി ഗൈസ്, ഈസി ചാൻസ്. ഇടയ്ക്ക് വീണ് കിട്ടിയ ചാൻസാണ്. ഞാൻ അങ്ങോട്ടേക്ക് വെറുതെ ഓടിപ്പിക്കുന്ന പോലെ ആക്കി അവൻ സെൻറ്ററിലേക്ക് കൊടുത്ത് മണ്ടൻ. പക്ഷെ അത് ടൈമിങ് കറക്റ്റായതുകൊണ്ടാണ്, ഭാഗ്യം കൊണ്ട് കിട്ടുകയാണ് ഗൈസ്. അപ്പം എന്തായാലും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ക്ലിയർ ഫിനിഷിംഗ് ആയിരുന്നു മെസ്സിയുടെ. ഓക്കെ, മാൽഡിനി, ഷൗമനി, ഗ്രീസ്മാൻ ആണ്. ഡബിൾ ടച്ച് വേണ്ടായിരുന്നു, മര്യാദയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ ഗ്രീസ്മാൻ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, റുമ്മി നൈസ് ഡിഫെൻഡിങ്. ഓപ്പോണൻറ്റ് നല്ല റാങ്കുള്ള പ്ലെയർ കേട്ടോ. ഈ റാങ്ക് ഇപ്പോൾ ഉണ്ടാവണമെങ്കിൽ ചിലപ്പം 2Kയുടെ അടുത്തായിരിക്കും. 1950 അങ്ങോട്ട് ഉണ്ടാവും. എംബാപ്പെ, ഗ്രീസ്മാൻ, ബാക്ക് ടു എംബാപ്പെ. റുഡിഗർ. ഓക്കെ, ഓഫ് സൈഡ് അല്ല കമോൺ. മെസ്സി ഉണ്ട് അവിടെ. മെസ്സി ഫിനിഷ്. അല്ല, മെസ്സി കളി എന്താ കിട്ടില്ല, ഫിനിഷിങ് ആലോ. നല്ല ബോട്ടം കോർണറിൽ അടിച്ച് കയറ്റി മെസ്സി ഗൈസ്. റുമി, ഇറ്റ്സ് മെസ്സി. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കിട്ടുമോയെന്ന് എനിക്ക് അറിയില്ല. ഇറ്റ്സ് മെസ്സി, ഈസി ഫിനിഷ്. യെസ് ഗൈസ്, 3-0 ഇൻ ഫസ്റ്റ് ഹാഫ്. 20 മിനിറ്റ് പോലും ആയില്ല. മെസ്സി അടിച്ച് തകർക്കുകയാണ് അപ്പുറത്ത്. റോഡ്രി നൈസ്. റുമി. പാസ് പോയില്ല, ചെറിയ ലാഗ് അടിച്ച പോലെ അവിടെ. ഓക്കെ, പെഡ്രി എടുത്തിട്ടുണ്ട്, പെഡ്രി കളഞ്ഞിട്ടുണ്ട്. ചെറിയ ലാഗ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഷൗമിനി, ഗ്രീസ്മാൻ, റുമ്മി ഗൈസ്. ബാക്ക് ടു റുമ്മി. നൈസ് പാസ് ഫ്രം മെസ്സി ഗൈസ്. മെസ്സി സീന് കളി ഇതിൽ പാസ് ചെയ്യേ. ഓക്കെ, ഇറ്റ്സ് മെസ്സി. കേൾ നടന്നില്ല. ഓവറായിട്ട് ഞാൻ മെസ്സിനെ വെച്ച് കളിപ്പിക്കേണ്ട ഒരു ഡൗട്ട്. നല്ലോണം കളിക്കുന്നുണ്ട് SS-ൽ സെൻറ്ററിൽ, അതുകൊണ്ട് തന്നെ കളിപ്പിക്കാമെന്നുള്ള ഒരു മൈൻഡിലാണ്. ഓക്കെ, റുമ്മി പാസ്റ്റ് മെസ്സി. പക്ഷേ റുമ്മി ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, സെറ്റാവാത്ത പോലെ ഇടയ്ക്ക്. ഷൗമനി, ഗ്രീസ്മാൻ, മെസ്സി, ബാക്ക് ടു മെസ്സി. ഡബിൾ ടച്ച് ഇടണമായിരുന്നു. എൻ്റെ ക്വിക്ക് പ്ലേ ഒക്കെ കുറഞ്ഞടാ. പണ്ടൊക്കെ നല്ല സ്പീഡ് കളിക്കുന്നതായിരുന്നു. അതായത് അൺപ്രഡിക്റ്റബിളായിട്ട് പാസ് ഇടാൻ എന്നെക്കൊണ്ട് കഴിയുമായിരുന്നു. ഇപ്പം അത് നടക്കുന്നില്ല, ഭയങ്കര സ്ലോ ആയ പോലെ. ക്യാച്ച് റുമ്മി, പാസ്റ്റ് മെസ്സി. ഞാൻ വെച്ചാൽ അത് ഓൺ ഗോൾ ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ അതും ആയില്ല. ഓക്കെ, മെസ്സി ടേണ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. നെയ്മർ, ബെരല്ല, ക്രൈഫ്. ചെക്കൻ്റെ ഒരു അറ്റാക്കാണ്. എംബാപ്പെ ഡബിൾ ടച്ച്, പക്ഷേ ലക്ക് ഉണ്ട് ഗൈസ്, ഡബിൾ ടച്ച് വർക്കായില്ല. ഓക്കെ, എംബാപ്പെ, ബരെല്ല, നെയ്മർ. ഞാൻ സ്ക്രിപ്റ്റാന്ന് സേവ് കണ്ടപ്പോൾ. അത് ഇപ്പുറത്ത് അവൻ സേവ് ചെയ്യുന്നതിൻ്റെ ഇപ്പുറത്ത് എത്തി ബോള്. ഞാൻ സ്ക്രിപ്റ്റാന്ന്, പക്ഷേ നല്ല ചാൻസ്, റീബൗണ്ട് കിട്ടി, നോർമലായിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് മെസ്സി ഗൈസ്. എടുക്ക് കമോൺ മെസ്സി. പാസ് ടു എംബാപ്പെ. ഏതാ പാസറാ. ഇറ്റ്സ് മെസ്സി ഗൈസ്, ഈസി ഫിനിഷ്. മെസ്സി സീനാളി, ഒരു രക്ഷയില്ല.
4 goals in first half guys. 4-1. ഓ ഇത് കിട്ടില്ലല്ലോ. ഇങ്ങനൊക്കെ കളിക്കും ഇത് പെഡ്രി. എടാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലടാ. ഞാൻ ഇത്ര കളിക്കുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ഞാൻ ഇതിനിപ്പോൾ യൂസ് ചെയ്യാൻ തോന്നിട്ട് കുറേ ആയി. പക്ഷെ എനിക്ക് ഒരു രീതിയിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പം വല്ലാത്തൊരു ജാതി കളിയാണല്ലോ. ഇറ്റ്സ് മെസ്സി, ഷോമെനി, പാസ് ടു ഗ്രീസ്മാൻ. എടാ പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. എടാ നോട്ടിഫിക്കേഷൻ ഞാൻ ഇത് ഓഫാക്കാൻ മറന്നു. എടാ ഇപ്പം വലിച്ചാൽ ചിലപ്പം കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഗ്രീസ്മാൻ, പെഡ്രി. എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കും നോട്ടിഫിക്കേഷൻ്റെ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൽ. അതാണ് സീൻ. എംബാപ്പെ, മെസ്സി ഡബിൾ ടച്ച്, ഫിനിഷ്. കിടച്ചൊക്കെ പൊളിക്കുന്ന അതേതാടാ ഗോള്. ഡബിൾ ടച്ച് പവർഫുള്ളി ഷോട്ടടാ. ഞാൻ വെച്ച് പുറത്തേക്കാന്ന്, പക്ഷെ അതും കിട്ടിയില്ല പോലെ പ്ലേസ് ചെയ്ത്. സീന് 5-1. ഹിയർ വി ഗോ ഗൈസ്. പെഡ്രി. അപ്പോൾ ലാസ്റ്റ് മാച്ച് നമ്മൾ തകർത്തിട്ടുണ്ട്. ഇത് അതിനെ ഞാൻ കളിക്കുകയൊന്നുമില്ല. ചിലപ്പം കളിക്കും വെറുതെ ഒരു ടൈം കിട്ടുമ്പോൾ. ഇനിയും 2 ദിവസം ഉണ്ട് ഐസി ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാൻ കളിക്കണ്ടെന്നുള്ള മൈൻഡിലുള്ളത്. നൈസ്. മെസ്സി. ഓഫ്. അതായത് ഞാൻ വെറുതെ കളിക്കുമായിരിക്കും, റെക്കോർഡൊന്നും എനിക്ക് ചെയ്യൂല. ഇത് ലാസ്റ്റ് മാച്ച് ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് കളിക്കുന്നത്. ഓക്കെ, ഡബിൾ ടച്ച്. ഫൗള്. നമ്മൾ ഡബിൾ ടച്ചും ഇങ്ങനെ മിസ്സാകുമ്പോൾ ഫൗളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് തേങ്ങയാണിത്. കമോൺ മാൻ. ഫൗളൊന്നും ചെയ്യല്ലേ മോഡ്രിച്ച്. ക്രൈഫ് മോഡ്രിച്ച് എന്ന് പറയുന്നത് ഞാൻ പേര് നോക്കിയില്ല. പെട്ടെന്ന് ആ ഒരു ബോഡി ക്രൈഫിന് മോഡ്രിച്ചിനെ പോലെ തന്നെയുണ്ട്. നെയ്മർ. ഓക്കെ. പെഡ്രി. ഓക്കെ. മെസ്സി. ഓക്കെ നൈസ്. 1 ടച്ച് പാസ്. ഫസ്റ്റ് ടച്ച് അതൊക്കെ കൊണ്ടാണ് ഞാൻ മെസ്സിനെ അധികം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം വൃത്തിയായിട്ട ഫസ്റ്റ് ടച്ചൊക്കെ എടുക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് പാസ്സൊക്കെ എവിടെയല്ലോ കൊടുക്കുന്ന പോലെ തോന്നും. പക്ഷേ ഈ കളി എന്തോ ഒരുമാതിരി എന്തോ നേരെ തിരിഞ്ഞ പോലെ മാച്ച്. ഓക്കെ. വരെയല്ല. ക്ലിയർ അല്ല, ക്ലിയർ എന്ന് പറയുന്ന ടാക്കിള്. നൈസ്. ഗ്രീസ്മാൻ. ഓ എടാ സാലിബ സ്പീഡുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ സീനില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തായാലും ഗ്രീസ്മാൻ നല്ലൊരു റൺ ചെയ്യും, ചിലപ്പം സ്കോർ ചെയ്യാനും പറ്റുമായിരുന്നു. 6-1 ഗൈസ്. ഇവൻ എന്തോ 5000 എങ്ങാനാണ് റാങ്ക്ഡ്. ഓക്കെ. ബരല്ല. വീണ്ടും നോട്ടിഫിക്കേഷൻ സൗണ്ട് തേങ്ങ. ഓക്കെ. ഷൗമിനി. കമോൺ. പോയി. ഓക്കെ. പെഡ്രി എടുത്തിട്ടുണ്ട്. ഈസി ചാൻസ്. ഇവിടെ ചാൻസ് ഗൈസ്. അവിടെ എംബാപ്പെ അല്ലടാ ഗോൾ പോച്ചർ. SS ആക്കിയോണ്ടാന്ന് തോന്നുന്നു, ഓടിയില്ല ഉള്ളിലേക്ക്. ഓ ക്രൈഫ്. നൈസ് വൺ. ഷോമെനി ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത്. അവിടെ പൊളി. നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. എംബാപ്പെ ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുക, നല്ല അടുത്ത് തന്നെ കൊടുത്തു. അപ്പോൾ പിന്നെ പാസ് കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. കമോൺ. ഇറ്റ്സ് നെയ്മർ. ക്രൈഫ്. ഓക്കെ. സാലിബ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇറ്റ്സ് എംബാപ്പെ. പോയി. എന്നാലും 87 ആയി ഗൈസ്. നമ്മളെന്തായാലും ജയിച്ച്. പക്ഷെ ഒന്നുകൂടി അടിക്കാൻ കഴിയുമോ നോക്കട്ടെ. 6-1 ആക്കാം. കമോൺ. നൈസ്. സാലിബ. പെഡ്രി. പൊളി. 1 ടച്ച് പാസ്. ബാക്ക് ടു മെസ്സി റൺ. അപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ട്. വൈ പേ ടു വിൻ. വലിയ പേ ടു വിൻ ഒന്നല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 5-1 നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. മെസ്സി ഒരു രക്ഷയില്ല. 5 ഗോളും മെസ്സിയാണ് അടിച്ച് തകർത്തു എന്ന് പറയാം മാച്ച്. അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാട്ടോ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോ, മറന്നു വേണ്ട. യെസ് ഗൈസ്, നമ്മൾ 7 ഷോട്ട് 6 ഓൺ ടാർഗറ്റ് 5 ഗോൾസ്. പുള്ളിക്കാരൻ 4 ഷോട്ട് 3 ഓൺ ടാർഗറ്റ് 1 ഗോൾ. അപ്പോൾ നമ്മളെന്തായാലും ഈസി ആയിട്ട് ജയിച്ചിട്ടുണ്ട്. ഫൈനൽ മാച്ചാണ്. ക്രൈഫ് 8.5 റേറ്റിംഗ് ഗൈസ്. മെസ്സി സീന്. യെസ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.